ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വാഗമൺ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഫെൽമൽ റിസോർട്ടിലെ വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വ്ളോഗിൽ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത ശേഷം നമ്മൾ പോയ സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് വാഗമൺ മെഡോ ലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ലേക്ക് വരുന്നത്. വാഗമണ്ണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ലേക്ക്. ഒരുപാട് മൂവീസിലൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണിത്. ഇവിടെ ബോട്ടിംഗ് സർവീസസും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 100 റുപ്പീസ് എന്തോ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. നല്ലൊരു ക്യൂട്ട് വൈറ്റ് കുതിര, പക്ഷെ കാണാൻ ക്യൂട്ടാണെങ്കിലും കുറച്ച് ദേഷ്യക്കാരനാണ്. പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ചവിട്ടും എന്നൊക്കെ അതിന്റെ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാദുവിന് അറിയില്ലല്ലോ. അവൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഹോഴ്സിന്റെ ബാക്കിലേക്ക് പോയത്. അപ്പൊ ആള് വന്ന് വേഗം പിടിച്ചു കേട്ടോ. പിന്നെ ആള് തന്നെ രണ്ടുപേരുടെയും കൈ പിടിച്ച് ഹോഴ്സിനെ ടച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ദേ ബോട്ട് ഹൗസിലെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അതിനകത്തേക്ക് കയറാം. ഇതിനകത്തേക്കുള്ള എൻട്രി ടിക്കറ്റ് പെർ ഹെഡ് 50 റുപ്പീസ് ആണ് വരുന്നത്. അതിൽ ബോട്ടിങ്ങും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സെൽഫ് ബോട്ടും കയാക്കിങ്ങും എല്ലാതും ഉണ്ട്. മാത്രമല്ല നമ്മുടെ കൂടെ അവിടെ ഉള്ള ഒരു ചേട്ടൻ വരണം എന്നുണ്ടെങ്കിൽ ആൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലേസ് വാഗമണിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്ത് വെച്ച ട്രക്കിങ്ങിന്റെ ചേട്ടൻ എത്തിന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇനി ഇന്നത്തെ നമ്മുടെ സാരഥി. അങ്ങനെ എല്ലാവരും ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. തുടക്കത്തിൽ എല്ലാവരും നല്ല ആവേശത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ അവസാനം ട്രക്കിങ് കഴിയാനായപ്പോഴത്തേക്കും എല്ലാവരും പപ്പടം പോലെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വ്ളോഗ് വോയിസ് ഓവർ കൊടുക്കാതെ ഒറിജിനൽ ഓഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ്. പക്ഷേ ആ ചേട്ടൻ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചതാണ്. ഇത് ഞങ്ങൾ എല്ലാവരുടെയും ഫസ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഈ ഒരു ശാന്തത കണ്ടപ്പോൾ ഞങ്ങൾ സിമ്പിൾ ആയിരിക്കും എന്നാണ് വിചാരിച്ചേ. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാറിക്കിട്ടി.
ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത്. അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിനേക്കാളും അടിപൊളി സ്പോട്ടുകളാണ് ഇനി വരാനുള്ളത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അടുത്ത കുറച്ച് ക്ലിപ്സിൽ ഞാൻ എന്തായാലും ഒറിജിനൽ ഓഡിയോ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഫ്രണ്ട് സീറ്റിൽ നിന്ന് അളിയനെ മാറ്റിയിട്ട് അവിടെ സഹലിനെ ഇരുത്തി അവനെ കൊണ്ട് വീഡിയോസ് എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പേയ്മെന്റ് വേണം എന്നാണ് കേട്ടോ കഴിഞ്ഞ ക്ലിപ്പിൽ അവൻ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തേതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. സഹല അവിടുന്ന് കുറേ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ഇതൊക്കെ എന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത്. വെള്ളാരം ചിറ്റ ടണലും ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട് അവിടെ. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് ഒക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ നടക്കുന്ന ഈ വഴിയിലുള്ള വെള്ളം കണ്ടോ, അത് ഒട്ടും ഹൈജീനിക് അല്ല. ആ ലേക്കിലെ വെള്ളമല്ല കേട്ടോ, നമ്മൾ നടക്കുന്ന വഴിയിൽ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒട്ടും ഹൈജീനിക് അല്ല. നല്ല ബാഡ് സ്മെൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതാണ് അവിടുത്തെ വാട്ടർഫോള് വരുന്നത്. ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
ഇതാണ് അവിടുത്തെ ടണല്. അവിടെ ആളുകളൊക്കെ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങി അങ്ങോട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചാണ് നമ്മുടെ ലോക സിനിമയില് കത്തനാരച്ചൻ നീലിയെ തളയ്ക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ വെള്ളത്തിൽ ഇറങ്ങണില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോയി കേട്ടോ. അടുത്ത സ്പോട്ടിലേക്ക് പോവാണിനി. ഇതാണ് നമ്മൾ ട്രക്കിങ്ങിന് പോയതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഈ കാണുന്ന ഈ കയറ്റം വണ്ടി കയറാൻ വേണ്ടിയിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന കുറച്ച് പേര് ഇറങ്ങണം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങി താഴെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ടൈമിലൊക്കെ സഹല് നല്ല ഫണ്ണി ആയിട്ട് കുറെ ഷോർട്സും റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഇനി നമ്മള് വണ്ടിയിൽ തന്നെ കയറി ഈ ടോപ്പ് സ്റ്റേഷന്റെ മുകളിലേക്ക് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിപ്പോ പോകുന്നത് ഉളുപ്പൂണി ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. മാത്രല്ല നമ്മുടെ ഇയോബിന്റെ പുസ്തകം സിനിമയിലെ ഒരു മെയിൻ ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ടോപ്പിൽ നിന്നുള്ള വ്യൂ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇതിന്റെ ടോപ്പിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരുടെയും അടപ്പ് തെറിച്ചിട്ടുണ്ട്. അത്രയും നേരം ആക്റ്റീവ് ആയിട്ടിരുന്ന അമീർക്ക് വരെ ആ ഒരു ടൈമിൽ സൈലന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷന്റെ മണ്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ട്രക്കിംഗ് സ്പോർട്സിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഇത് തന്നെയാണ് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അവിടുത്തെ. അങ്ങനെ കുറച്ച് ടൈം അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. വാഗമൺ ടൗണിന് അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ജീപ്പ് സഫാരിയിലെ ലാസ്റ്റ് ലൊക്കേഷൻ കൂടാണ് കേട്ടോ അത്. അപ്പൊ ഇതാണ് നമ്മുടെ ജീപ്പ് സഫാരിയിലെ ലാസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളെ പിക്കപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവര് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ വാഗമൺ മെഡോസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അങ്ങനെ ജീപ്പ് സഫാരി കഴിഞ്ഞ് ഒന്ന് ലൈറ്റായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മെഡോസ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടുവെക്കാം. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും പട്ടം പറത്തുന്നത് കണ്ടപ്പോ ഐഷു അലിയനെയും കൂട്ടിയിട്ട് പട്ടം വാങ്ങാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനറ്റത്തായിട്ട് സിപ്പ് ലൈൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനടുത്തേക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ വരുന്നത്. ഇതിൽ പെർ ഹെഡ് 400 റുപ്പീസ് ആണ് കേട്ടോ ചാർജ് വരുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ മാത്രമാണ് സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്കെന്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാരാഗ്ലൈഡിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് നല്ല കാറ്റായതുകൊണ്ട് അവിടെ വർക്കിംഗ് ആയിരുന്നില്ല. ഇവിടെ സിപ്പ് ലൈനില് ഞാൻ കയറുന്നത് കണ്ടപ്പോ സഹലിന് കയറണം എന്ന് പറഞ്ഞ് നിന്നിരുന്നു. പക്ഷെ അവൻ ചെന്നപ്പോഴത്തേക്കും അവരുടെ റോപ്പിന് എന്തോ പ്രശ്നമായിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് മിസ് ചെയ്യരുത് എന്നുള്ളതാണ് കേട്ടോ എന്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ ഞാൻ അവിടെ സേഫായി ലാൻഡ് ആയിട്ടുണ്ട്. ഇവിടെ വൺ സൈഡ് മാത്രമേ സിപ്പ് ലൈൻ ഉള്ളൂ കേട്ടോ. പക്ഷെ സഹല് വരുന്നുണ്ടോന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ചുനേരം അവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നമ്മൾ നടന്നു വേണം പോവാൻ. തിരിച്ചങ്ങോട്ടേക്ക് നടക്കാനുള്ള വഴിയും ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്നെത്തിയപ്പോഴത്തേക്കും ഐഷും ടീംസും അവിടെ പട്ടം പറത്തി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേഗം പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വാഗമൺ ട്രിപ്പിലെ ലാസ്റ്റ് ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ വാഗമണ്ണിനോട് ബൈ ബൈ പറയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.